Hi guys, welcome back to my channel. I hope you all are doing well and I'm doing great here. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം വന്നിട്ട് അബുദാബിയിൽ വന്നത്. ആൻഡ് യെസ്, ഞാൻ ഏടിയും പോയിട്ടില്ല. ആക്ച്വലി എനിക്ക് പ്ലാൻസും ഉണ്ടായിരുന്നില്ല പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഈ മന്ത് തന്നെ വേറൊരു അബുദാബിയിലെ കൂടെ ഉണ്ട്. അപ്പം ഐ തോട്ട് അപ്പം ഞാൻ പുറത്ത് പോകാമെന്ന്. കാരണം ഈ ഒരു സെക്ടർ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഐ ഫീൽ സോ ടയർഡ്. ഞാൻ ചിലപ്പോൾ ഉറങ്ങാത്തതുകൊണ്ടായിരിക്കും ഇന്നലെ ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഫ്ലൈറ്റൊന്നും എനിക്ക് മര്യാദക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഫോർവേഡ് അതുകൊണ്ട് ഞാൻ വന്നു, കുളിച്ചു, കിടന്നു. ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. അതിനുശേഷം വീണ്ടും കിടന്നുറങ്ങി ഡിന്നർ പോയി കഴിച്ചു. ആൻഡ് യെസ്, അപ്പം ഞാൻ എന്തായാലും കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. ഉച്ചക്ക് ഓരോ ഉറങ്ങിയതുകൊണ്ട് ഇപ്പം കുറക്ക് കിട്ടുന്നില്ല. അപ്പം ഐ തോട്ട് ഓക്കെ, നമുക്കൊരു വീഡിയോ എടുക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ കാരണം എന്ന് പറഞ്ഞു കൊടുക്കണ്ടല്ലേ. ഓക്കെ, ഐ ട്രൈ മൈ മാക്സിമം ടു അവോയ്ഡ് ദാറ്റ്. അപ്പോൾ കാരണം എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലായാലും കമൻറ്റ് സെക്ഷനിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട്സ് ആഫ്റ്റർ 12th. അതായത് ചേച്ചി ഞാൻ 12th പഠിക്കുകയല്ല, ചേച്ചി ഞാൻ +1 പഠിക്കുകയാണ്, ചേച്ചി ഞാൻ ഡിഗ്രി പഠിക്കുകയാണ്. ലൈക്ക് എന്താണ് ലൈക്ക് ആഫ്റ്റർ ദിസ് എനിക്ക് ലൈക്ക് ക്യാബിൻ ക്രൂ ആവാനാണ് ആഗ്രഹം. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം. അതായത് എന്താണ് ലൈക്ക് വാട്ട് ഇറ്റ് ടേക്സ് ടു ബി എ ക്യാബിൻ ക്രൂ, +2 കഴിഞ്ഞ ശേഷം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻഡ് ദ അതർ തിങ് ഈസ്, ഏവിയേഷൻ കോഴ്സ് പഠിക്കണം. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ ഈ ലൈക്ക് ക്യാബിൻ ക്രൂവിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഐഡിയ, ലൈക്ക് വൺസ് യു ബി എ ക്യാബിൻ ക്രൂ, വാട്ട് ഓൾ തിങ്സ് ക്യാൻ യു എക്സ്പെക്ട്. സോ ഈ 3 കാര്യങ്ങൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഫൈനലായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ ആണ് ഇതിൻ്റെ അകത്ത് പറയാമെന്നുള്ളത്. കാരണം എനിക്ക് അറിയില്ല, എൻ്റെ മനസ്സിൽ എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഞാനത് പറയുമ്പം അത് ഏത് രീതിയിൽ എനിക്കത് എന്താ പറയുക, എത്രത്തോളം എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമല്ലോ, എത്രത്തോളം എനിക്ക് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു മനസ്സിലാക്കി തരാൻ പറ്റുന്നുള്ളത് എനിക്ക് ഐ ഹാവ് നോ ഐഡിയ. ഓക്കെ, ബട്ട് എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് വാട്ട്സ് ആഫ്റ്റർ 12th, അതായത് ഇപ്പം 10th പഠിക്കുന്ന പിള്ളേരായാലും 11th 12th ഇവർക്കൊക്കെ കൂടുതൽ ആൾക്കാർക്കും ഈ ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഐ നോ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണിത്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ചെയ്യേണ്ടത്. സോ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ 12th ഡോണ്ട് ഗോ ഫോർ എനി ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് ഏവിയേഷൻ കോഴ്സ് ആൻഡ് ഓൾ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും +2 കഴിഞ്ഞ ശേഷം നല്ലൊരു റെഗുലർ കോളേജിൽ ഒരു ഡിഗ്രി എടുക്കുക. ഏത് ഡിഗ്രി ആയിക്കോട്ടെ, ലൈക്ക് BBA, BCom, BA, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതെടുക്കുക നല്ലൊരു കോളേജിൽ. ആൻഡ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു ഡിഗ്രി വെക്കുക. ഐ നോ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി, 12th മാത്രമേ ചോദിക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മളൊരു ക്വാളിഫിക്കേഷൻ, ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡിഗ്രി എങ്കിലും ഉള്ളത് നല്ലതായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പം എനിക്ക് എത്രത്തോളം ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പം നാളെ ഒരു പോയിന്റിൽ ഞാൻ ചെയ്യുന്നല്ല, ബട്ട് സ്റ്റിൽ നാളെ ഒരു പോയിന്റിൽ എനിക്ക് ഒരു ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്കിങ്ങനെ എൻ്റെ പാർട്ട്ണറെ ഇപ്പം ഫ്യൂച്ചറിൽ ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഒരു പാർട്ട്ണറെ ഫുൾ ഡിപ്പെൻഡായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള എനിക്ക് ഐ നീഡ് എ ബാക്കപ്പ് പ്ലാൻ. അപ്പം ഞാൻ ഇൻ കേസ് ഞാൻ റിസൈൻ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ ഡിഗ്രി വെച്ച് എനിക്ക് ആ ഒരു ഫീൽഡിലോട്ട് ജോബ് നോക്കാം. സോ എപ്പോഴും നിങ്ങൾക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവണം. പിന്നെ ഓൾസോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ ഡിഗ്രി, റൈറ്റ്? +2 ഇപ്പം മിനിമം ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് ഡിഗ്രി ആണ്. സോ
എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ +2 അതിന് ശേഷം BBA വിത്ത് ഏവിയേഷൻ, BBA വിത്ത് അത് ഇത് അതിനൊന്നും ലൈക്ക് BCom വിത്ത് ഏവിയേഷൻ ഒന്നിനും പോവാണ്ടിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി ഗൈസ്. ഐ എം ടെല്ലിങ് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അത് നല്ലതല്ലേ, കാരണം ഡിഗ്രിയും കിട്ടും, 1 ഇയർ കോഴ്സ് നമുക്ക് എക്സ്ട്രാ 1 ഇയർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു 3 വർഷം തന്നെ എല്ലാം ആവില്ലേ. ഞാൻ അതെടുത്ത ഒരാളാണ്, ഞാൻ BBA ഏവിയേഷൻ കോഴ്സ് പഠിച്ച ഒരാളാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ് യു, നിങ്ങൾക്കൊരു കോളേജ് ലൈഫ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, നോട്ട് എ പ്രോപ്പർ കോളേജ് തിങ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആയിരിക്കും. ആൻഡ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരിക്കും, അല്ല ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. സോ യു വിൽ മിസ് ദാറ്റ് കോളേജ് ലൈഫ്. ദാറ്റ് ഈസ് ലൈക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം അത്. ലൈക്ക് എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി, ബട്ട് സ്റ്റിൽ എനിക്കൊരു പ്രോപ്പർ കോളേജ് ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ കോളേജ് സ്റ്റോറീസ് പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ അനിയത്തി ആളിപ്പം ക്രൈസ്റ്റിലാണ് പഠിക്കുന്നത്, ബാംഗ്ലൂർ എഞ്ചിനീയറിങ്ങിന്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം എനിക്ക് ഓർക്കാനോ എനിക്ക് മെമ്മറൈസ് ചെയ്യാനോ എനിക്ക് ഒന്നുമില്ല. എൻ്റെ ആകെ ഒരു ഓർമ്മ എന്ന് പറയാൻ വേണ്ടി ആ കോളേജിൽ പോകുന്നു, 2-3 മണിക്കൂർ ഇരിക്കുന്നു, പഠിക്കുന്നു, വരുന്നു. അത് മാത്രമേ എൻ്റെ ഒരു ഓർമ്മയിലുള്ളൂ എനിക്ക്. അല്ലാതെ ഒരു കോളേജ് ലൈഫിനെ പറ്റി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു റിമെമ്പർ ആൻഡ് ടു ടോക്ക് അബൌട്ട്. സോ ഗൈസ്, whoever watching this video, please after 12th go for a degree. ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് പറയുമ്പം ഞാൻ മനസ്സിലായെന്ന് വരില്ല, പക്ഷേ ഫ്യൂച്ചറിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ അതാണ് ആഫ്റ്റർ 12th ഒന്നും നോക്കണ്ട, നല്ലൊരു കോളേജിൽ നല്ലൊരു ഡിഗ്രി എടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്രൂവിന് അപ്ലൈ ചെയ്തോളൂ. ഇൻ ദ മിഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ അതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ട്രയൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. അറ്റ്ലീസ്റ്റ് യു വിൽ നോ, ലൈക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ യു വിൽ നോ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ലൈക്ക് വാട്ട് ഓൾ തിങ്സ് ദേ വിൽ ബി ആസ്കിങ്, യു നോ ഹൗ ടു ആൻസർ, യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, അത് അപ്പോൾ ഇതാണ് +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഡൗട്ടുള്ള ആൾക്കാർക്കുള്ള ആൻസർ. നൗ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ മെയിൻ പാർട്ട്. ഏവിയേഷൻ കോഴ്സ് പഠിക്കണോ വേണ്ട? ഐ ആം ടെല്ലിങ് യു, നോ നോ നോ. അപ്പം ഇപ്പോഴും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ്, ലൈക്ക് നേരിട്ട് കാണുമ്പോൾ ഇപ്പം ഈവൻ ഫ്ലൈറ്റിലാണെങ്കിലും എൻ്റെ അടുത്ത് 2-3 പേര് ആൻഡ് അത് പറയാൻ മറന്നുപോയി. ഇപ്പം എല്ലാവരും അല്ലെങ്കിലും ഞാൻ ഫ്ലൈറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് 2-3 പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ചെയ്യുന്നതല്ലേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് മെസ്സേജും വരാറുണ്ട്, ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, ലൈക്ക് ഈ ഒരു സെക്ടർ ഉണ്ടായിരുന്നല്ലേ, കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഐ എം സോ ഹാപ്പി. അറ്റ്ലീസ്റ്റ് ഒരുപാടൊന്നുമല്ല, 1-2-3 ആൾക്കാരൊക്കെ ഉള്ളൂ, ബട്ട് സ്റ്റിൽ അവരെന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ, അപ്പം ലൈക്ക് നേരിട്ട് കാണുമ്പോഴായാലും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ലൈക്ക് ഏവിയേഷൻ കോഴ്സ് പഠിക്കണോ, അത് മാൻഡേറ്ററി ആണോ? ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാനൊരു 2-3 പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. സോ ഞാൻ പറഞ്ഞ പോലെ ഏവിയേഷൻ കോഴ്സ് പഠിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. നമുക്കൊരു ഏവിയേഷൻ ജോബ് എടുക്കാം, ഏവിയേഷൻ റിലേറ്റഡ് ജോബ് എടുക്കാം. ഫോർഗെറ്റ് അബൌട്ട് ക്യാബിൻ ക്രൂ. ഇപ്പം നമ്മൾ ഏവിയേഷൻ ഫീൽഡിൽ തന്നെ ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ക്യാബിൻ ക്രൂ. അപ്പം ഇപ്പം ക്യാബിൻ ക്രൂ ആവാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ലൈക്ക് ഹൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പം യു ക്യാൻ ഗോ ഫോർ ദിസ് ഗ്രൗണ്ട് തിങ് ആൻഡ് ഓൾ. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏതൊരു ജോബ് എടുത്താലും അതിൻ്റെ അകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നത്, അതായത് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഈ ഒരു ജോബിന് വേണ്ടി എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് എവിടെയും നിങ്ങൾ ഇന്നൊരു കോഴ്സ് പഠിക്കണം എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, നിങ്ങൾക്കിപ്പം ഏതൊരു എയർലൈൻ കരിയർസായിട്ട് എടുത്ത് നോക്കാം, അല്ലെ ഒരു എയർപോർട്ട് ജോബ് കരിയർസായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് റിക്വയർമെൻറ്റ്സിൽ ഉണ്ടാവും. ലൈക്ക് അവർ ചോദിക്കുന്ന മിനിമം +2 ക്വാളിഫിക്കേഷൻ, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റിട്ടൺ ആൻഡ് സ്പോക്കൺ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് ടാറ്റൂസ് തിങ് എല്ലാം ഉണ്ട്.
ഇത് ക്യാബിൻ ക്രൂ ആണെങ്കിലാണ് ടാറ്റു ഒക്കെ മാറ്ററാണ്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലാണ്ട് അതിനകത്ത് ഏടിയും നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം, നിങ്ങളിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് ഏടിയും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. അപ്പം എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിന് പോകുന്നതെന്നുള്ളത് ഐ ഹാവ് നോ ഐഡിയ. ഞാനിത് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ പോയി പെട്ടോണ്ട് ഞാൻ പറയാം. എനിക്ക് നല്ലൊരു എമൗണ്ട് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സൊക്കെ പഠിക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി മതി നിങ്ങൾക്ക് നല്ലൊരു ഡിഗ്രി എടുക്കാനും. ആൻഡ് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് യു ക്യാൻ ആക്ച്വലി സേവ് ഇറ്റ് ഫോർ വാട്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കാശ് പൊട്ടും. കാരണം കേരളത്തിൽ ഇൻ്റർവ്യൂ വരുന്നത് വളരെ കുറച്ചാണ്. കൂടുതലും കേരളത്തിന് പുറത്താണ് ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ പോയി അറ്റൻഡ് ചെയ്യാം. അത് യൂട്ടിലൈസ് ചെയ്ത് ആ പൈസ അതിന് യൂട്ടിലൈസ് ചെയ്യും. മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കാനും അതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അല്ലാതെ ഇതിന് ഐ ഡോണ്ട് റിയലി റെക്കമെൻഡ്. ഓക്കെ, മെയിനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും. ലൈക്ക് ഒരു 1 year കോഴ്സിന് തന്നെ ഇവർ 2 lakh 3 lakh മിനിമം 1 lakh അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീസ് അത് ഇത് ചക്ക മാങ്ങന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടും. ആൻഡ് നിങ്ങൾക്ക് പൈസ ഒരു പ്രശ്നമല്ല എന്നാണെങ്കിൽ അതിനൊരു പ്രോബ്ലം, നിങ്ങൾക്ക് പോവാം, നോ ഇഷ്യൂ. അതല്ലാതെ ഇത് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തായാലും എടുത്തേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറഞ്ഞത് ഇത് മാൻഡേറ്ററി അല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊരു റിക്വയർമെൻ്റ് അല്ല വേണമെന്ന്. ഓക്കെ, അപ്പം ഇത് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത് എടുക്കണം നിർബന്ധമില്ല. പക്ഷേ എടുത്താലും കുഴപ്പമില്ല, എനിക്കത് എടുക്കണം, ഐ ഹാവ് മണി, അല്ലെങ്കിൽ ഐ എം റെഡി ടു സ്പെൻഡ് ദിസ് മച്ച് മണി എന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അതിൻ്റെ ഒരു പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ യു വിൽ ഗെറ്റ് എൻ ഐഡിയ, ഗ്രൂമിങ്ങും കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ്സ് ട്രൂ, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുക്കണം എന്ന് വെച്ചാൽ ഐ വുഡ് സേ നോ. പിന്നെ നിങ്ങൾക്ക് ഈ കുറച്ച് ഐഡിയ വേണം. അതായത് ഇൻ്റർവ്യൂ ചെയ്യാൻ ലൈക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ അറിയില്ല, ഗ്രൂം ചെയ്യാൻ അറിയില്ല, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ദ ബെസ്റ്റ് യു ക്യാൻ ഡൂ ഇസ് ലൈക്ക് ഇതിനൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണല്ലോ, അതിന് ഇത് പോകണ്ടാത്ത ആൾക്കാരാണെങ്കിൽ യു ക്യാൻ റെഫർ വീഡിയോസ് ഫ്രം യൂട്യൂബ്. ഇഷ്ടം പോലെ ക്രൂ ലൈക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, എന്തൊക്കെ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോവുക, വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ എക്സ്പെക്ട്. ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ റെഫർ ചെയ്യാം, ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കി റെഫർ ചെയ്യാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ അതായത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പോയി ചിലപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ ഉണ്ടല്ലോ, ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഞാൻ ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂ ഇടുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദ്യം വൈ ക്യാബിൻ ക്രൂ എന്നാണ്. ആൻഡ് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ അത് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിയില്ലെന്ന് വെച്ചാൽ ഞാൻ പൊട്ടത്തരം പറഞ്ഞു. എൻ്റെ ആൻസർ കണ്ടിട്ട് ആ റിക്രൂട്ടറുടെ ഫേസ് എനിക്ക് എപ്പോഴും ഓർമ്മ ചളുങ്ങിയിരിക്കുന്ന ഒരു ഫേസ് ആയിരുന്നു. എന്തായി കുട്ടി പറയണ രീതിയിലൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ബിക്കോസ് ഐ മെസ്ഡ് അപ്പ്. സോ നമ്മൾ പൊട്ടത്തരൊക്കെ പറയും, അതൊക്കെ നമുക്ക് ആരും അറിയില്ല. അന്ന് കണ്ടു, അന്ന് വിട്ടു. പിന്നെ നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാനിങ്ങനെ പോവും, അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പോവുക, ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 ഇൻ്റർവ്യൂസും ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു. എനിക്ക് വലിയ രീതിയിൽ എന്താ പേടി, എനിക്ക് മര്യാദക്കൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐ കുഡൻറ്റ് ഈവൻ പ്രൊനൗൺസ് മൈ നെയിം പ്രോപ്പർലി. പക്ഷേ ഗോയിങ് ഓൺ അറ്റൻഡ് ചെയ്ത് വാട്ട് ഐ ഡിഡ് വാസ്, എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതായത് ഞാൻ എൻ്റെ മാക്സിമം ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഗൈസ് നിങ്ങൾക്കൊരു ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീം ജോബ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ്. കാരണം ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് ഞാൻ പിന്നെ ഞാൻ എത്രയോ ബെറ്ററായി. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് കോവിഡ് സമയം വന്നപ്പോൾ, കോവിഡ് വന്ന സമയത്ത് ഒരു 2 years എല്ലാവരും വെറുതെ ഇരിക്കുമായിരുന്നല്ലോ, എനിക്കെല്ലാം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു. ലൈക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തു. എന്താ പറയുക, ലൈക്ക് ക്വസ്റ്റ്യൻസ്. എനിക്കൊരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു വേർ ഐ റിട്ടേൺ ലൈക്ക്
200 above questions. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ക്യാബിൻ ക്രൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസർ ഞാനൊക്കെ എഴുതി വെച്ചൊരു നോട്ട് എനിക്കുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് കാണാണ്ട് പോയി. അപ്പം അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു. അതുപോലെ ഡെയിലി ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഇതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ലാംഗ്വേജ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തു. സോ അങ്ങനെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഐ വാസ് ഏബിൾ ടു സീ ദ ഡിഫറൻസ്, ലൈക്ക് ദ വേ ഐ ആൻസർ. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും, പക്ഷെ എനിക്ക് വലിയ രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഐ നോ ഹൗ ടു ആൻസർ. സോ ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പോയി ആ ഒരു ഇൻ്റർവ്യൂ ഫിയർ നിങ്ങൾ ഓവർകം ചെയ്യണം. പിന്നെന്താ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ലൈക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. ഈ പറഞ്ഞുള്ള യൂട്യൂബിൽ നിന്നും അവിടെ നിന്നും റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. സോ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനും ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. സോ ഗോ ഫോർ ദാറ്റ്. അപ്പോൾ യെസ്, അതിനു വേണ്ടി നിങ്ങൾ എക്സ്ട്രാ പൈസ ഒന്നും പോയി ചിലവാക്കണമെന്ന് എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും, അതായത് +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഏവിയേഷൻ കോഴ്സ് പഠിക്കണം എന്നുള്ളത്. അഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷേ ഇതെന്തായാലും പഠിക്കണം എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ബാക്കപ്പ് പ്ലാൻ വേണം. കാരണം നമുക്ക് ഈ ഒരു ഫീൽഡിൽ എത്ര കാലം പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിനെപ്പറ്റി ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറയാം. അതായത് എന്താണ് ശരിക്കുള്ളൊരു ക്യാബിൻ ക്രൂ, അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ക്യാൻ യു എക്സ്പെക്റ്റ് ആഫ്റ്റർ ബീയിങ് എ ക്യാബിൻ ക്രൂ. അതായത് ഐ ഡോണ്ട് നോ ഇത് ഞാൻ പറയുമ്പം എത്ര പേർക്ക് മനസ്സിലാവുന്നത്, ബട്ട് ക്യാബിൻ ക്രൂ ഈസ് നോട്ട് മെൻ ഫോർ എവ്രി വൺ ഗൈസ്, ഐ എം ടെലിങ് യു. കാരണം എന്താ പറയുക, നമുക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ സാക്രിഫൈസ് ചെയ്യുന്ന മെയിൻ കാര്യമാണ് എൻ്റെ ഉറക്കം. എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു സ്ലീപ്പ് റൂട്ടീൻ ഇല്ല. ചില സമയത്ത് എനിക്ക് രാവിലെ ആയിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക, ചില സമയത്ത് എനിക്ക് രാത്രി ആയിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. I don't have a proper sleep routine, and that is really affecting my mental health and physical health as well. അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആണ്. എൻ്റെ നാട്ടിലാണ്. നമുക്ക് ക്യാബിൻ ക്രൂയുടെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ജോബ് ഉണ്ടാവില്ല. നമുക്ക് ഒരു ദിവസം ഫ്ലൈ ആണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഓഫായിരിക്കും, ചിലപ്പോൾ 2-3 ദിവസം നമുക്ക് ഓഫായിരിക്കും. സോ ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ അതുകൊണ്ട് ഐ എം ലൈക്ക് മാനേജിങ് ദാറ്റ്. ബട്ട് സ്റ്റിൽ ഐ എം ലൈക്ക് ഫേസിങ് എ ലോട്ട് ഓഫ് ഫാറ്റീഗ് തിങ് ആൻഡ് ഓൾ. സോ അങ്ങനെ നിങ്ങൾക്കൊരു പ്രോബ്ലം ലൈക്ക് സ്ലീപ്പ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് മെൻ ഫോർ യു. പിന്നെ അതാണ് മെയിനായിട്ട് ഞാൻ പറയണ കാര്യം. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇത് ഇഷ്ടപ്പെടണം എന്നില്ല ഈ ഒരു ജോബ്. പക്ഷേ ഇതിന് കുറേ പോസിറ്റീവ്സും ഉണ്ട്, കുറേ നെഗറ്റീവ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് നെഗറ്റീവ്സിനെക്കാട്ടും കൂടുതൽ പോസിറ്റീവ്സ് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. യു ക്യാൻ ട്രാവൽ എ ലോട്ട്. ഇപ്പം ഞാനിപ്പോൾ അബുദാബിയിലുള്ളത്. ഒരു പൈസ പോലും ചിലവാക്കാണ്ട് ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ട് ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ഒരേ ഒരു ജോബ് ക്യാബിൻ ക്രൂ മാത്രമാണ് എൻ്റെ അറിവിൽ. സോ ഇതുപോലെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേ നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ട്. സ്പെഷ്യലി ദിസ് പാസഞ്ചേഴ്സ്, ദ വേ യു ഹാൻഡിൽ പാസഞ്ചേഴ്സ്. സം പാസഞ്ചേഴ്സ് നമ്മുടെ തല തിന്നും. അപ്പം നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഹാപ്പി ലൈഫ് ആയിരിക്കില്ല ആസ് എ ക്യാബിൻ ക്രൂ. സോ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ തന്നെ, ഇപ്പം എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്ന ക്രൂ പറയാറുണ്ട് നിർത്തിപ്പോവാണ്. പക്ഷേ +2 കാരണം, അതായത് അവർക്കൊക്കെ +2 മാത്രമുള്ള ആൾക്കാരാണ് കൂടുതലും. അവർ +2 കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിൽ വന്ന ആൾക്കാരാണ്, ഡിഗ്രിക്കൊന്നും പോവാതെ. അങ്ങനെ ഒരു ഡിഗ്രി അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. +2 വെച്ച് അവരെന്ത് ചെയ്യും? ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ലൈക്ക് എന്താ പറയുക, ലൈക്ക് ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകാം. ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട് ഹാവ് ലൈക്ക് എനി പ്രോപ്പർ പ്ലാൻ. സോ അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. ഇതും കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. സോ ഇഫ് യു വാണ്ട്, ഐ വിൽ ഡു എ സെപ്പറേറ്റ് വീഡിയോ അബൌട്ട് ലൈക്ക് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ്സ് ഓഫ് ബീയിങ് എ ക്യാബിൻ ക്രൂ. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂൺ ഞാൻ ചെയ്യുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഐ ഹോപ്പ്
ഞാൻ ഈ 3 കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അതായത് +2ന് ശേഷം എന്ത് ചെയ്യണം, ഏവിയേഷൻ കോഴ്സ് ഏവിയേഷൻ കോഴ്സ് ചെയ്യണോ, ആൻഡ് ഓൾസോ പിന്നെ ക്യാബിൻ ക്രൂവിൻ്റെ കുറച്ച് കാര്യങ്ങൾ. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇതിന് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഉണ്ടോയെന്ന്. ബിക്കോസ് എനിക്ക് അറിയില്ല, ഓപ്പണായിട്ട് പറയാലോ. എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ശരിക്കും കാണുക, കണ്ടിട്ട് ആലോചിക്കുക. ഐ തിങ്ക് യു ഗോട്ട് എൻ ഐഡിയ ലൈക്ക് എങ്ങനെയാണ് ഹൗ തിങ്സ് വർക്ക്. ഇനി നിങ്ങൾ എന്നെ ആലോചിക്കുക, നിങ്ങൾക്ക് ചെയ്യണോ, നിങ്ങൾക്ക് ചെയ്യണ്ടേ എന്നാൽ നിങ്ങൾ എന്നെ ആലോചിക്കുക. ഓക്കെ, സോ യാ, that's it guys. I hope you all like this video. ഇനി എനിക്ക് കിടന്നുറങ്ങണം. നാളെ രാവിലെ എനിക്ക് തിരിച്ച് ഞാൻ ഇന്ത്യയിലോട്ട് പോയെന്ന്. അതിനുശേഷം നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫല്ല, സ്റ്റാൻഡ് ബൈ ആണ്. അതിനുശേഷം എനിക്ക് വീണ്ടും ഒരു പാറ്റേൺ ഫ്ലൈറ്റാണ്, ദുബായ് ഫ്ലൈറ്റാണ്. സോ യെസ്, അത്രയ്ക്കേ ഉള്ളൂ. എന്തായാലും നടക്കട്ടെ. ഈ വീഡിയോ കുറച്ചെങ്കിലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. So that's it guys. I love you all. Bye bye. Take care.